ഹലോ കൂട്ടുകാരെ, ഇന്ന് എനിക്ക് ഇച്ചിരി എനർജി കുറവുണ്ട്. കാരണം ഇന്നലത്തെ എൻ്റെ യാത്ര എന്നെ ആകെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഇന്നലെ നമ്മൾ യാത്ര പോകുന്നതിനിടയിൽ നമുക്ക് വഴിയിൽ വെച്ച് ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. കാരണം 6 മണിയുടെ സുമ കടന്നുപോയി. അതിന് ശേഷം തൊട്ട് മുമ്പാണ് ഇത് ഉണ്ടായത്. കണ്ടോ, വലിയൊരു മരം. റോട്ടിൽ പെട്ടു. മഴയുണ്ട് കേട്ടോ. അപ്പം തന്നെ ഡ്രൈവർ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചറിയിച്ചു. അങ്ങനെ നമ്മളൊരു 1-1.5 മണിക്കൂർ നമ്മൾ റോഡിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം നമുക്ക് ശേഷം വന്ന ആളുകളെല്ലാം അങ്ങനെ തന്നെ അവിടെ ആകെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നവരുടെ കയ്യിൽ, കുറച്ച് പേരുടെ കയ്യിൽ, ഇവരുടെ കയ്യിൽ ഒരു വെട്ടുകത്തി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് ഇവർ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ കയ്യിലുള്ളവർ അവർ എന്താ പറയുക, അതൊക്കെ എടുത്ത് അതിൻ്റെ ചെറിയ ചെറിയ ചില്ലകളൊക്കെ വെട്ടി ഒക്കെ ഏകദേശം സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് പിന്നെ അവിടുന്ന് ഈ കട്ടറും കൊണ്ട് ആൾ വന്ന് മരമൊക്കെ സെറ്റിൽ ഒക്കെ എല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലും ഫീൽഡ് വർക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ യാത്രകൾ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇത് പല സ്റ്റേറ്റുകളിലും വർക്ക് ചെയ്യുന്ന നമ്മുടെ മെൻറ്റേഴ്സായിട്ടുള്ള ചേച്ചിമാർക്കൊക്കെ ഇതുപോലെ പല കാര്യങ്ങളിലൂടെയും പല ദുർഘട അവസ്ഥകളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു വിശ്വാസം ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളുടെ യാത്രയൊക്കെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പം ഇപ്പോൾ ഈ മഴക്കാലമായപ്പോൾ തന്നെ പല സ്റ്റേറ്റുകളിലും പല ചേച്ചിമാർക്കും വെള്ളത്തിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ പ്രോബ്ലം, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഞാൻ ചില വീഡിയോകളിലൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തോന്നണത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതരായിട്ട് എന്താ പറയുക മാറി അതിൻ്റെ സേഫ്റ്റിയൊക്കെ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു വശം എന്ന് പറയണത്. അപ്പോൾ അതാ കട്ടറും കൊണ്ട് ആളൊക്കെ വന്നു. കാര്യം പുള്ളിക്കാരൻ വന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. പക്ഷെ നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 1-1.5 മണിക്കൂറോളം കറക്റ്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 45 മിനിറ്റും നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വേഗം സ്പീഡിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്പീഡിൽ പോകുന്ന യാത്രയിൽ നിറയെ ഈ വളവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വളവ് കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ട് വന്നതുകൊണ്ട് എനിക്കിങ്ങനെ നല്ല തലവേദനയും തലചുറ്റും വോമിറ്റിങ് ടെൻഡൻസിയും അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ എനിക്ക് ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇപ്പോഴും ഇന്നിപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ പോലും എനിക്കത് മാറിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡും ഇന്നലത്തെ ശരിയായില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ജോബും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകുന്നത്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ലാൻഡ് സ്ലൈഡിങ്, ഞാൻ പോകുന്ന വഴികളിലൊക്കെ ഭയങ്കരമായിട്ട് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് അവിടുന്ന് ആളുകൾ മണ്ണൊക്കെ മാറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. ഞാൻ കുറച്ചൊക്കെ കാണിച്ചു. പിന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അത്രയ്ക്കും മോശമായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്ക് ഒന്നിനൊരു ഉഷാറുണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയിൽ ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ജോബ് ഞാൻ അവിടെ നിർവഹിച്ചു. കാരണം അത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ പരമാവധി പോയി നമ്മളുടെ ജോലി എന്താണോ അത് തീർത്തിട്ടാണ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. എന്നെപ്പോലെ തന്നെ മറ്റു ചേച്ചിമാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. കാരണം അവരും ഇതുപോലെ തന്നെ പോയി പല സാഹചര്യങ്ങളിലൂടെ പല ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അവരവരുടെ ജോലി ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ സത്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ പ്രാർത്ഥനയും അപ്പം നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ ഫാമിലിയുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം തന്നെയുള്ളൂ. പക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളത് മറ്റൊരു വശം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് ചെയ്തതുപോലെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. തൽക്കാലം ഇത്രത്തോളം ഞാൻ നിർത്താണ്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടെത്തണേക്കാട്ടും മുമ്പുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഞാൻ അത് മുമ്പും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ശക്തിയിലാണ് ഇത് ഒഴുകണേ കേട്ടോ. അപ്പോൾ ഈ ഭയങ്കര ശക്തിയാണ് ഇപ്പോൾ ഈ വെള്ളത്തിന്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നിർത്തിയതാണ് കേട്ടോ വണ്ടി. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കണം. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, സീ യു, ബൈ.